നമ്മുടെ നടൻ അക്ഷയ് കുമാറിൻ്റെ ഭൂത് ബംഗ്ല കണ്ടിരുന്നു. പടം തിയേറ്ററിൽ ഇറങ്ങിയതാണ്. OTT റിലീസ് വന്ന് നെറ്റ്ഫ്ലിക്സിൽ കിടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു കണ്ടത്. ഹൊറർ മൂവിയൊക്കെ അല്ലേ, പ്രിയദർശൻ്റെ അല്ലേ, ഒന്ന് കണ്ടേക്കാന്ന് കരുതി. പക്ഷേ എന്നെ ഞെട്ടിച്ചത് പ്രിയദർശൻ ഇപ്പോഴും 80കളിൽ നിന്നും 90കളിൽ നിന്നും ഒട്ടും മുൻപോട്ട് വന്നിട്ടില്ല. പുള്ളി ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുക. പുള്ളി 2026 ആയ കാര്യമൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. പണ്ട് മലയാളത്തിൽ പുള്ളി ചെയ്ത പടങ്ങളിലെ കോമഡിയും മറ്റു പലരും ചെയ്ത കോമഡി സീൻസുകളും മറ്റു പല സിനിമകളിലെ ഇതെല്ലാം കൂടെ പുള്ളി പ്ലേസ് ചെയ്ത് പുള്ളിയുടെ പടത്തിൽ ഓരോ സൈഡിലായിട്ട് പുള്ളി വെച്ച് പിടിപ്പിക്കും. ഈ ബോഡി ഷേമിംഗ് ഒക്കെ ഇന്നത്തെ കാലത്ത് പൊതുവെ ആളുകൾക്ക് ഡൈജസ്റ്റ് ആകത്തില്ല. പുള്ളിക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല എന്ന് ഞാൻ ആലോചിക്കുന്നത്. എന്താണെങ്കിലും പടം 1 ടൈം വാച്ചബിൾ ആണ്. ഒന്ന് പോയി കണ്ടു നോക്കുക. ഹൊറർ മൂവി എന്നാണ് അവർ അവകാശപ്പെടുന്നത്. നിങ്ങൾക്ക് പേടി വരുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിടയ്ക്കൊന്ന് പേടിച്ചേക്ക്. അക്ഷയ് കുമാറിൻ്റെ ഒക്കെ ക്യാരക്ടർ അവിടെയൊക്കെ ഒരു 30s നിൽക്കുന്ന ചെറുപ്പക്കാരൻ വേണ്ടാണ്. അവിടെ കൊണ്ട് അക്ഷയെ പ്ലേസ് ചെയ്തിട്ട് നമുക്കത് മനസ്സിലാവും ആ ഒരു ക്യാരക്ടർ യങ് മാൻ ചെയ്യേണ്ടതാണെന്നുള്ള. പുള്ളിയുടെ ഏജ് ആയിട്ട് ഒരിക്കലും മാച്ച് ആവുന്ന ഒരു ക്യാരക്ടർ അല്ല. അതാണ് പ്രശ്നം. പിന്നെ അക്ഷയ് കുമാറിന് സ്ഥിരം കോമഡി ഉണ്ടല്ലോ. പുള്ളി കോമഡി ചെയ്യുമ്പം മിമിക്രി പോലെയാണ് പുള്ളിയുടെ കോമഡികൾ. പ്രിയന്റെ പല പടങ്ങൾ എടുത്താൽ നമുക്ക് കാണാൻ സാധിക്കും. പുള്ളി ഈ മലയാളത്തിലുള്ള ഈ പടം കണ്ടതിന് ശേഷം പുള്ളി ഇതുപോലെ ആക്കാൻ ശ്രമിക്കുന്ന ആക്ടിങ്ങിന്റെ ഏറ്റവും വലിയൊരു പൂർണ്ണത വരുന്നത് അവർ അതിൽ ജീവിക്കുമ്പോഴായി ക്യാരക്ടേഴ്സിൻ്റെ അകത്ത് അവർ ആ ക്യാരക്ടറിനെ പഠിച്ചിട്ട് അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമുണ്ടല്ലോ. അത് അക്ഷയ് കുമാർ ഈ പടത്തിൽ ചെയ്യുന്നത് നമുക്ക് ഫീൽ ചെയ്യും. ഈ ഹോളിവുഡ് പോലെ ആക്കാൻ വേണ്ടിയാണ് ഈ ബോളിവുഡിൽ കിടന്ന് ഈ പരിശ്രമങ്ങൾ നടത്തുന്നത്. ഹോളിവുഡിൽ ചെയ്യുന്ന പടങ്ങൾക്ക് അവർ മേക്കിങ്ങിലും സ്ക്രിപ്റ്റിലൊക്കെ നല്ല മികവ് കാണിക്കാറുണ്ട്. ചില പരാജയങ്ങൾ അവർക്കും ഉണ്ടാകുന്നുണ്ട്, നമ്മളെല്ലാം ഒന്നും അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഈ ബോളിവുഡിനെ സംബന്ധിച്ച് നെപ്പോകളുടെ കാലഘട്ടമാണ്. കുറെ നാളായിട്ട് ബോളിവുഡിൽ വരുന്ന പടങ്ങളൊക്കെ 8 നില പൊട്ടുക ചെയ്യുന്നു. പിന്നെ ചില പടങ്ങൾ വലിയ കുഴപ്പമില്ലാതെ ഊരിയെടുത്ത് പോരുന്നു. ഒന്നാമത്തെ കാര്യം ഇവരുടെയൊക്കെ ബഡ്ജറ്റ് നല്ലോണം കൂടുതലാണ്. ഈ പടത്തിൻ്റെയൊക്കെ ബഡ്ജറ്റ് പറഞ്ഞാൽ നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിന് കൂടുതൽ ബഡ്ജറ്റ് ആയിരിക്കും. പിന്നെ ഇവർ കൂടുതൽ ഷൂട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഇൻഡോർ ആണ്. ഇൻഡോറിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഫിലിം സിറ്റികളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ ഓരോ ഫ്രെയിംസിലും നമുക്കതിൻ്റെ ആർട്ടിഫിഷ്യാലിറ്റി മനസ്സിലാവും. ഒരു വീട് ഫിലിം സിറ്റിയിൽ എടുക്കുമ്പം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ചില ഫിനിഷിങ്ങിന് ഒന്നേ വർക്കിൽ ഫിനിഷിങ് കാണിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ടെക്നിക്കൽ സൈഡ് വരുമ്പം VFXും കളറിംഗ് ഒക്കെ വരുമ്പം മാറ്റം വരുത്തുക. ഈ പടത്തിൻ്റെ എഡിറ്റിംഗ് ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും സ്ക്രിപ്റ്റ് ആണെങ്കിലും സ്റ്റോറി ആണെങ്കിലും കളറിംഗ് ആണെങ്കിലും എല്ലാം ഒരു ആവറേജേ ഉള്ളൂ. ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയുടെ പെർഫോമൻസ് എനിക്ക് അതിൻ്റെ അകത്ത് തോന്നിയില്ല. ഇതൊരു 1 ടൈം വാച്ചബിൾ മൂവി, ഓക്കെ മൂവി എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് വീട്ടിൽ നെറ്റ്ഫ്ലിക്സ് ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് ഇപ്പോൾ ഏണിങ്ങോ അല്ല കുക്കിങ്ങോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കിത് വായിച്ചു കൊണ്ടിരിക്കാം. പിന്നെ ഈ പടത്തിൻ്റെ ഒരു വലിയ ഫോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റാണ്. ഒരു സിനിമയുടെ ബാക്ക് ബോൺ എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റാണ്. അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഈ മലയാളിക്ക് പൊതുവെ കാണുമ്പം ഇത് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും. കാരണം നമ്മൾ കണ്ട 80കളിലെയും 90കളിലെയും കോമഡികൾ വീണ്ടും വെട്ടി ചേർക്കുമ്പം നമുക്കത് കാണുമ്പോൾ അരോചകം ഫീൽ ചെയ്യും. പക്ഷേ നോർത്ത് സൈഡിലോട്ടൊക്കെ പോകുമ്പം ഈ കോമഡി കാണാത്തവർ അവരെ സംബന്ധിച്ച് അവർക്കിതൊരു പുതുമയായിരിക്കാം. ചില കോമഡി സീൻസ് ഒക്കെ ഈ കോമഡി സീൻ കാണുമ്പോൾ മലയാളത്തിലെ ഇത് തന്നെയല്ലേ അത് തന്നെയല്ലേ ഇത് ഒന്ന് നമ്മുടെ മൈൻഡിൽ വരും. പിന്നെ പ്രിയന്റെ സ്ഥിരം കഥാപാത്രങ്ങൾ അക്ഷയ് കുമാർ പടത്തിലൊക്കെ നേരത്തെ പോലെ ഉണ്ടായിരുന്ന പുള്ളിയുടെ സ്ഥിരം ടീംസ് ഇവരുടെയൊക്കെ അഭിനയം അത്യാവശ്യം നല്ലതാണ്. പക്ഷെ അക്ഷയ് കുമാറിന്റെ ഈ ക്യാരക്ടർ അയാളുടെ ഒരു ഏജ് കാറ്റഗറി അതിൽ നിന്ന് മാറിപ്പോയി. ഇനി ഇത് പറ്റത്തില്ല. അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് നമുക്കത് മനസ്സിലാവും. യങ് ലുക്ക് ഫീൽ ചെയ്യുന്ന ഒരാൾ ചെയ്യായിരുന്നു. ഇപ്പം വിക്രം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ യങ് ലുക്കുള്ള മാനാണ്. ഇപ്പൊ സൂര്യ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ യങ് ലുക്ക് അക്ഷയുടെ കഴിയുന്നത് പോയി നമുക്കത് കാണുമ്പോൾ അത് മനസ്സിലാവും. ഹീറോയിനായിട്ട് വന്നിരുന്ന കുട്ടി നമ്മുടെ ഗോതം എന്ന ബേസിൽ ജോസഫിന്റെ പടത്തിലെ പ്രിയൻ പടങ്ങളിൽ നമ്മുടെ വെട്ടമെടുപ്പ് എടുക്കുമ്പോൾ ഉള്ള ചില തമാശകളും ചില കൗണ്ടറുകളും ആ സ്ക്രിപ്റ്റിങ്ങിന്റെ അകത്തൊരു ശൈലിയുണ്ട്. ആ ശൈലിയൊക്കെ തന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ പടത്തെ കുറിച്ച് പറയുമ്പം രാജാസാബ് എന്ന് പറഞ്ഞ ഒരു പടം ഉണ്ടായിരുന്നു, നമ്മുടെ പ്രഭാസ് വന്ന. ആ പടത്തിൽ എന്താണോ പ്രഭാസിന്റെ റോള് അതൊക്കെ തന്നെയാണ് ഈ അക്ഷയ് കുമാറിന്റെ ക്യാരക്ടറും. എന്തിന് പ്രഭാസിന്റെ രാജാസാബിലുള്ള ആ സെറ്റ് തന്നെയാണോ എനിക്ക് ബലമായ സംശയമുണ്ട്. ഈ അക്ഷയ് കുമാറിന്റെ പടത്തിലെ ഇൻഡോർ സെറ്റ് അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇന്ന് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കും തോന്നാതിരിക്കില്ല. ഞാൻ ഫസ്റ്റ് ഡേ പോയി കണ്ട പടമാണ് രാജാസാബ്. എന്റെ പൊന്നെ, അത്രയ്ക്കും വേണ്ടതാണ് ഈ രാജാസാബ്. അതിന്റെ ഒരു വേറെ വേർഷൻ എന്ന് വേണേൽ പറയാം, കുറച്ചുകൂടെ അപ്ഡേറ്റഡ് വേർഷൻ. പിന്നെ ഈ രാജാസാബിലൊക്കെ ഏറ്റവും വലിയ കാണിച്ചിരുന്ന സോങ് ഒക്കെ വരുമ്പം ഈ ജൂൺ ആർട്ടിസ്റ്റ് ഡാൻസ് ചെയ്യുന്നത് കോപ്പി പേസ്റ്റ്. ഈ കോപ്പി പേസ്റ്റ് ആണ് ഇപ്പം പലയിടത്തും. ഇവിടെ നമ്മളല്ല പൊട്ടന്മാരാണ്. ഭൂത് ബംഗ്ലാവ്, ഈ രാജാസാബ് പോലത്തെ പടങ്ങളൊക്കെ വെച്ച്
നല്ല വൃത്തിക്ക് ചെയ്യാൻ ഇന്നത്തെ പിള്ളേർക്ക് പറ്റും. ഇപ്പോൾ ഈ ഫിലിം ഇൻഡസ്ട്രി പറഞ്ഞ 100 കോടി 200 കോടി എന്നൊക്കെ അവകാശപ്പെടുന്ന ഹൊറർ മൂവീസൊക്കെ AI ടൂൾ ഉപയോഗിച്ച് വളരെ വൃത്തിക്ക് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. അത് പലരും ചെയ്ത് കാണിച്ചിട്ടുമുണ്ട്. ഈ പടത്തിലൊക്കെ കാണുന്ന ബംഗ്ലാവും വീടുകളൊക്കെ സ്ഥിരമായിട്ട് ഈ സെറ്റ് റീസൈക്ലിംഗ് ആണോ എനിക്ക് തോന്നുന്നത്. ഒരേ സെറ്റ് തന്നെ വീണ്ടും വീണ്ടും വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ എന്നാൽ അറ്റ്ലീസ്റ്റ് അതിനകത്ത് കളറിൽ നിന്ന് മാറ്റി നമ്മളെ ബോധ്യപ്പെടുത്താനുള്ള മര്യാദ പോലും ആർട്ട് ഡയറക്ടേഴ്സ് ചെയ്യാറില്ല. പിന്നെ ഒരു സ്ക്രിപ്റ്റൊക്കെ എടുക്കുന്ന ഒരു റിസർച്ച് പോലും നടത്താതെ എല്ലാ പടത്തിലും ഇത് തന്നെ കാണിച്ചു വെക്കുന്ന ഇവരൊക്കെ ഇവരുടെ സിനിമകൾ മാർക്കറ്റ് ചെയ്യുന്ന ഈ പടം കഴിഞ്ഞതിന് ശേഷം ഹൈ മാർക്കറ്റിംഗ് ആണ്. ഈ മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കുന്ന പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്കൊരു പടം ചെയ്യാം. അത്രയ്ക്കും മാർക്കറ്റിംഗ് അവർ ചെയ്യുന്നത്. എന്തിനാണ് ഇങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നത്? ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു സാധനം ചെയ്തു വെച്ചിട്ട് അത് മാർക്കറ്റ് ചെയ്യാൻ നോക്കുന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക മാനസികാവസ്ഥ തന്നെ പറയാതിരിക്കാൻ പറ്റുന്നില്ല. എന്താണെങ്കിലും ഇനിയെല്ലാം നമ്മുടെ സിനിമാ പ്രവർത്തകർ മാറി ചിന്തിക്കേണ്ടതാണ്. ഇതുപോലത്തെ ക്വാളിറ്റി ആയിട്ട് ഇതുപോലത്തെ സ്ക്രിപ്റ്റുമായിട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പൊതുവെ ജനങ്ങൾ നിരസിക്കാൻ സാധ്യതയുണ്ട്. നിരസിക്കുമ്പം കടന്ന് ബോധം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. മനുഷ്യന്റെ വിലപ്പെട്ട 2-2.5 മണിക്കൂർ അല്ലെ 3 മണിക്കൂർ സ്പെൻഡ് ചെയ്യുമ്പം പൈസ മുടക്കിയിട്ട ഫ്രീ ആയിട്ടല്ല അവർ അഭിപ്രായം പറയും. അറ്റ്ലീസ്റ്റ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനുള്ള അവകാശം അവർക്കില്ലേ? അത് പറയുമ്പം ഞങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റിയാണ്, ഞങ്ങൾ പല ആൾക്കാരുടെയും ജീവിതമാർഗ്ഗമാണ്. മറ്റുള്ള ജീവിതത്തിലെ വിലപ്പെട്ട സമയം പൈസ അങ്ങോട്ട് കൊടുത്ത് സ്പെൻഡ് ചെയ്തിട്ട് പോകുന്ന ആൾക്കാരാണ് പ്രേക്ഷകർ. അതുകൊണ്ട് അവരുടെ അഞ്ഞത്തോട്ട് കയറിയിട്ട് കാര്യമില്ല. നോർത്തിൽ തന്നെ പല ആൾക്കാർ ഈ സിനിമ കണ്ടിട്ട് വളരെ നിരാശ പറഞ്ഞ. പിന്നെ ചില ആൾക്കാർ ഒരിക്കലും ഇത്തരം കോമഡി കാണാത്ത ബോഡി ഷേമിങ് ഇഷ്ടപ്പെടുന്ന വില്ലേജുകളിലോട്ടൊക്കെ മാറുമ്പം ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. അവരെ സംബന്ധിച്ച് അവർക്കൊരു പുതുമയാണ്. ഒന്നാമത്തെ കാര്യം, ഈ ഒരു കൊറോണ സമയം കൊണ്ട് എല്ലാവരും അവനവൻ്റെ മൊബൈലിലെ ഡാറ്റ ഉപയോഗിച്ച് ഇന്റർനാഷണൽ ലെവലുള്ള മൂവീസ് എല്ലാം കണ്ടു. പടത്തെ ഫിലിമിനെ വ്യൂ ചെയ്യുന്നതിൻ്റെയൊക്കെ ലെവൽ മാറി. അത്രയ്ക്കും പടങ്ങളെല്ലാം കണ്ടതിന് ശേഷം അവർക്കൊരു വിഷനായി ഇന്ന നിലവാരം അത് അവർ ഇന്ത്യൻ മൂവീസിൽ പ്രതീക്ഷിക്കുന്നു. കേരളത്തിലൊക്കെ ഇതുപോലത്തെ ഒരു പടം ചെയ്തു വെച്ചാൽ ജനം പച്ചയ്ക്ക് കൂയിക്കളയും. കാരണം അത്രയ്ക്കും മൈൻഡ് സെറ്റ് മാറി ജനത്തിന്റെ. ഇപ്പൊ നോർത്തിലോട്ടൊക്കെയാണ് തമിഴ്നാട് കർണാടക പിന്നെ അക്സെപ്റ്റ് ചെയ്യും. കേരളത്തിലുള്ളവർ ഒട്ടും അക്സെപ്റ്റ് ചെയ്യത്തില്ല. പ്രിയനെ സംബന്ധിച്ച് പ്രിയൻ എനിക്ക് തോന്നുന്ന പ്രിയൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അവരുടെ പ്രേക്ഷകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് സൈഡ് ആയിരിക്കും. പ്രിയനെ സംബന്ധിച്ച് പ്രിയനെ നിലവാരമായിട്ട് ഇനി ബോളിവുഡ് നിന്നാലും നിലനിൽപ്പില്ല, പ്രയാസമാണ്. കാരണം അക്ഷയ് കുമാർ ഒന്നാമത് തന്നെ ഫ്ലോപ്പാണ് പല പടങ്ങളും. പുള്ളിയൊന്നും മെച്ചപ്പെടാൻ വേണ്ടി തമിഴിലൊക്കെ വില്ലനായിട്ട് നോക്കി, നോ രക്ഷ. എന്താണെങ്കിലും ഈ പടത്തിലും അക്ഷയ് കുമാർ ഡബിൾ റോളാ. ഈ നായികയെ രക്ഷിക്കുന്നു, നായകനെ രക്ഷിക്കുന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇനി ഒരു റെലവൻസി ഇല്ല. ട്രെയിനിൽ നിന്ന് പോകുമ്പം കൈ പിടിക്കുക, തിരിച്ച് കീപ്പിടുക, കറണ്ട് അടിക്കുന്നവന് കൃത്രിമശ്വാസം കൊടുക്കുക, പറഞ്ഞ് പണ്ടറടങ്ങിയ സാധനമാണ്. ഇത് ഞാൻ പറഞ്ഞത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. സിനിമാക്കാരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് വർക്കൗട്ടായില്ല. എന്താണെങ്കിലും ഈ സിനിമ നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. നെറ്റ്ഫ്ലിക്സിന്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ 1 മന്ത് കിട്ടും. ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ ഓക്കെ, ബൈ. ഈ ചാനൽ സിനിമ റിവ്യൂ, സിനിമ സ്റ്റോറീസ് ഇത് മാത്രമേ കാണുള്ളൂ. താല്പര്യമുള്ളവർക്ക് കൂടെ കൂടാം. ഓക്കെ, ബൈ. ടേക്ക് കെയർ.